ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബദാം പുഡിങ്ങാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ബദാം വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബദാം തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ ഒരു ബദാം മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ പാൽ. നമുക്കതിൽ ടോട്ടൽ ഒരു 3 കപ്പ് അളവിൽ പാലാണ് വേണ്ടത്. ഒരു കപ്പ് ബദാമിന് 3 കപ്പ് പാൽ. അങ്ങനെയാണ് നമ്മളൊരു പുഡിംഗ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കപ്പ് അളവിൽ പാൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടി ഒരു 3 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എന്താ പറയുക അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് ഇപ്പോൾ പാൽ തിളപ്പിച്ചെടുക്കണം. ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഈ ഒരു ബദാമിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി 2 കപ്പ് പാൽ, ആ ഒരു പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാൽ നമ്മൾ നേരത്തെ ബദാമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കുന്ന ടൈമിൽ. ബാക്കിയുള്ള 2 കപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ 2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നല്ലോണം ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് മധുരത്തിനായിട്ടുള്ള മിൽക്ക് മെയ്ഡോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ. മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാതെ പഞ്ചസാര ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല ഒരു കറക്റ്റ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ അടിയൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലങ്ങനെ പിടിച്ചു പോകും. നമ്മൾ പെട്ടെന്ന് ഗ്യാസ് ഓണാക്കി വരുമ്പോൾ ആ ഒരു മിൽക്ക് മെയ്ഡ് അടിയിലൊക്കെ പിടിച്ചിങ്ങനെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഇതിൽ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാനായിട്ടും. അപ്പോൾ ഞാനിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാല് തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാനിവിടെ കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഒരേ ടൈമിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മെൽറ്റാക്കി വെച്ച ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നത് കാണാം. ഒരു ചെറിയ തരി പോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ആ ഒരു ഇത് എന്താ പറയുക തരി പോലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ചേർത്തിട്ട് ഇങ്ങനെ ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു പുഡിങ് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ നല്ലോണം ആറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 1-1.5 മണിക്കൂറൊക്കെ മതിയാകും. ഇതുപോലെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പോട് കൂടെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ബദാം വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് വശത്തോടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പാലൊക്കെ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ബദാം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു പുഡിങ്ങനെ കഴിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ദാ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടും നല്ല ക്രീമി ആയിട്ടും കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഈ ഒരു ക്രീമി ടെക്സ്റ്റ് ആയിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയർ റെസിപ്പീസിനൊക്കെ വേണ്ടി ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്